നിന്നോടല്ലേ ഞാൻ പിന്നാലെ വരരുതെന്ന് പറഞ്ഞത്. ആ എടാ നിന്റെ സ്റ്റെല്ല ചേച്ചി കാണണോന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇയാന്റെ അമ്മ, നീ എന്നാലും അവനോട് അങ്ങനെ പറഞ്ഞത് കുറച്ച് മോശമായി പോയിട്ടാ. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു അവന്റെ ചത്തുപോയ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ മാജിക് ഒന്നുമില്ല. പിന്നെ അയാളെ മരിച്ചുപോയി, നീ ജീവിക്കാൻ നോക്കുന്നു മാമൻ പറഞ്ഞു. എടാ മഹാഭാവി, ഇങ്ങനെയാണോടാ കുട്ടികളോട് സംസാരിക്കുന്നത്? ഇതിന്റെയൊക്കെ ശാപം കൊണ്ടാടാ നിനക്ക് പെണ്ണ് പോലും കിട്ടാത്തത്. അമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ഏയ് ഇന്ന് വേണ്ട, ചൊവ്വാഴ്ച അല്ല നാളെ ബുധനാഴ്ച അല്ലേ, ബുധനാഴ്ച പോവാം നമുക്ക്. ഡാടാ നാളും തീയതിയൊക്കെ നോക്കി ചെയ്യാനേ ഇത് നിന്റെ നൂലുകെട്ടൊന്നുമല്ല. നീ ഇന്ന് ഇപ്പോ അവിടെ ചെന്നിട്ട് ആ കുട്ടിയുടെ അമ്മയുടെ മാപ്പ് പറയണം. പ്രിയേഷ് ചെയ്തോട്ടും ശരിയായില്ല. ഞാൻ അപ്പോഴത്തൊരു കുട്ടികൾക്ക് ഇങ്ങനെ ആശ കൊടുക്കരുത്. അലക്സ് പോയതിനു ശേഷം ഇയാൻ ഒരിക്കലും നോർമലായിട്ടില്ല. പഴയ കളിയും സന്തോഷവും ഒന്നുമില്ല. ആ സിനിമ കാണുമ്പോൾ മാത്രമാണ് അവൻ വല്ലപ്പോഴും ചിരിച്ചു കാണുന്നത്. ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു അവൻ ആ സിനിമയായിട്ട്. നിങ്ങളിങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനാകെ മാറിയത്. ഇതുകൊണ്ടാവൂന്നറിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ സിനിമ ചെയ്യണം പ്രിയേഷ്. എനിക്ക് എൻ്റെ മകനെ പഴയ പോലെ തിരിച്ചു വേണം. ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെ തരുന്നതാണ്, വാങ്ങിച്ചോളൂ. അല്ല ശരിയാവില്ല പ്രിയേഷ്. ഈ ഉള്ള പാതി ജീവനും കൂടെ കളയാതെ ഞാൻ ഈ കിടക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാ ഇടയിലാകുമ്പോൾ അവൻ തിരിച്ചു വരുന്ന എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്കും കൂടെ വേണ്ടിയിട്ട് ആ സിനിമ ചെയ്യണം. ഇനി പെട്ടെന്ന് ഷൂട്ട് തുടങ്ങാലോ. സോറി. മരിച്ചവരൊന്നും തിരിച്ചു വരില്ലാന്ന് അങ്കിളിന് അറിയുന്ന പോലെ എനിക്കും അറിയാം. എന്നാലും പപ്പ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. He was my best friend. സിനിമ ഒരു മാജിക്കാണ്. നമ്മളെ കൊണ്ട് പറ്റാത്തതെല്ലാം സിനിമയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഈ മാജിക് എങ്ങനെ വരുമെന്ന്. അവര് വിളിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കറിയായിരുന്നു എന്തോ നല്ല കാര്യത്തിനാന്ന്. എനിക്കും തോന്നി. ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ രക്ഷപ്പെടുമെന്ന്. അതന്നെ. ഇതേ കാരണവന്മാരുടെ കാലത്തുണ്ടാക്കിയ ആഭരണ പെട്ടിയാ. അന്നത്തെ കാലത്തൊക്കെ ഇതിൽ നിറച്ചു പൊന്നും പണമായിരുന്നു. അയ്യോ പഴയ ആത്മാക്കളാട്ടാ. ആത്മാവിന്റെ പേഴ്സന്ന് വീണ് പോയതായിരിക്കൂല. പോടാ അവിടുന്ന്, അല്ലെങ്കിൽ നിനക്കൊക്കെ തമാശയാ. ഓ എന്റെ ഭഗവാനെ, സ്വാമി കാത്തോളണേ, അനുഗ്രഹിക്കണേ. ആൽബത്തിന്റെ സീസൺ കഴിഞ്ഞ് ഒന്നും ആണ്ടായപ്പോ ഞാൻ 4-5 വർഷം ഗൾഫിലായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോവുമായിരുന്നു. പിന്നെ കലാകാരന്റെ മനസ്സൊന്നും കലയ്ക്ക് വേണ്ടി തുടിക്കല്ലോ. അങ്ങനെ തുടിപ്പ് കൂടി കൂടി വന്നപ്പോ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. അത് ശരി. ഇപ്പോ വന്ന അന്ന് പോലെ ഇന്ന് വരെ വെറുതെ ഇരിക്കുന്നു. അതുകൊണ്ട് എന്താ പഴയ തുടിപ്പിനൊരു കുറവുണ്ട്. ഞാനും ഇതേപോലെ അന്നതിന് ശേഷം ഒരുപാട് വർക്ക് അന്വേഷിച്ച് നടന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ 30 വയസ്സായിട്ടും സിനിമയിലൊന്നും ആയില്ലെങ്കിൽ ആത്മഹത്യ എന്ന് വിചാരിച്ചതാ. അതിന് കയറ് വരെ സെറ്റാക്കി വെച്ചായിരുന്നു. പിന്നെ 30 വയസ്സായപ്പോൾ അച്ഛന് ബാങ്കിലെ കടം ജപ്തി നോട്ടീസൊക്കെ വന്നപ്പോൾ അച്ഛൻ ആ കയറങ്ങെടുത്ത് പ്രയോഗിച്ചു. പിന്നെ ഒരു വീട്ടിൽ 2 ആത്മഹത്യ ചെയ്ത ആൾക്കാർ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ
ഞാൻ ആ പരിപാടി ഇങ്ങ് ഡ്രോപ്പ് ചെയ്ത്. അത് നന്നായി ബ്രോ. മറ്റേ ഈഗോ ക്ലാഷ് വരൂ. അതെ അതെ. അല്ല ബ്രോ ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല, അഭിനയൊന്നുമില്ല. ഞാനവരെ അസിസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചേ. എല്ലാം ഒരു ടീം വർക്ക് ആണല്ലോ. സ്ക്രിപ്റ്റ് ഓക്കെ, പിന്നെ മേക്കപ്പ് നമ്മുടെ വിജിത്ത് ചെയ്തോളൂ, പിന്നെ കോസ്റ്റ്യൂം നിങ്ങളുടെ ഡ്രസ്സ് അത് നമുക്ക് ഓരോരോ വീട്ടിൽ നിന്നായിട്ട് എടുക്കാം. ഈ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം നമുക്ക് അനിയേട്ടൻ്റെ ടൈലർ ഷോപ്പിൽ നിന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി. അപ്പം ഇതാണ് നമ്മുടെ ക്യാമറമാൻ. ഹായ് ഗൈസ്. എനിക്കങ്ങനെ അങ്കിളാകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ചേട്ടാന്നോ വിൽക്കാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ മതി. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ലൊക്കേഷൻസ് ആണ്. ആ നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് ഓക്കെ. നമുക്ക് ഓരോ സീനിനും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകാതെ എല്ലാം കൂടി ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കിട്ടിയാൽ നല്ലത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലമുണ്ട്. അങ്കിള് പറഞ്ഞ പോലെ അതൊരു വലിയ സ്ഥലമാണ്. പിന്നെ പൊളിഞ്ഞു വീഴാറായ 1-2 ബിൽഡിംഗ് അതിലുണ്ട്. പഴയ അതൊരു ഫാക്ടറിയാ. ഫാക്ടറി എവിടെ? ഇവിടെ അടുത്താ. പ്രിയച്ചേ, നമ്മുടെ പഴയ ആൽബം ഹോംസിനെ പോലത്തെ പരിപാടി ഒന്നും കേട്ടോ. പെർമിഷൻ എടുക്കേണ്ടി വരും. സിനിമയാണ്. അതൊന്നും പ്രശ്നമില്ല. അവൻ എൻ്റെ അത്ര ക്ലോസ് ഫ്രണ്ടാ. എന്നാ വാ പോയോക്കാം. എന്നാ പോയോ. വാ. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് മൊത്തം അവരുടെ. എങ്ങനെ ഉണ്ട് എൻ്റെ സെലക്ഷൻ? ഇതിന്റെ അപ്പുറം കുറെ സ്ഥലമുണ്ട്. നോക്കട്ടെ. ദേ ഇതാണ്. ഇത് കൊള്ളാലോ. ക്ലൈമാക്സ് ഫൈറ്റിന് പറ്റിയ സ്ഥലം. നല്ല ആംബിയൻസ് അല്ലേ? ട്രെയിനിലൊക്കെ നല്ല റിച്ച് ആയിരിക്കും. അതെ. എടാ, നിനക്ക് അങ്ങനെ ഒരു സ്ഥലമൊക്കെ പരിചയം? ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഫ്രണ്ടിന്റെ സ്ഥലാ. അവരുടെ ഇത് മൊത്തം. സിനിമ എടുക്കാം. മച്ചാനെ താങ്ക്സ് ഇടാ. നമ്മളെ അമ്മ എന്തിനാണ് ഈ കണക്കൊക്കെ? ശരിക്കും വേണ്ടി വരും. ഹലോ, ആരാ? ഹലോ, അനിയട്ടാ, ഞങ്ങളിവിടെ ഉണ്ട്. ഷോർട്ട് ഫിലിംകാരാണോ? ഞാൻ സിനിമയാണ് ചേച്ചി. ആ സിനിമയാ. പെർമിഷൻ ഉണ്ടോ? പെർമിഷൻ ഉണ്ട്. പെർമിഷൻ ഇവനാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉണ്ട്. അല്ല ചേച്ചി ആരാ? ആ ചേച്ചി ആരാ? ഐ മീൻ കുട്ടി ആരാ? ഞാൻ ടൈലർ അനിയനെ വിളിച്ചത്. നീ തുണി വാങ്ങി കൊടുത്തിട്ട് അതിന്റെ അളവൊന്നും എടുക്കണ്ടേ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. എടാ, മൂപ്പര് കടകുട്ടി ഏതോ കല്യാണത്തിന് വന്നിക്കേന്ന്. അതിന് ഇപ്പം ഇമ്പോർട്ടൻ്റ് അതാണോ? അതല്ലേ ഇമ്പോർട്ടന്റ്. പുള്ളി വിളിച്ചോണ്ടിരിക്കുക. എന്താ പറയണ്ടത്? എന്തേലും പറ. വരാന്ന് പറ. അനിയട്ടാ, ഞങ്ങൾ എത്താറായി. അടുത്തെത്തി. പോലെ